റിയാക്ട് ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു ഇൻ്റർവ്യൂ കടന്നു പോയിട്ടില്ല. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കേട്ടോളൂ. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈൻഡ് ആൻഡ് ഫിൽട്ടർ? ഈ സെയിം ക്വസ്റ്റ്യൻ എൻ്റെ ചങ്കിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ആൻസറുകൾ കേട്ടെന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് ഫിൽട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽട്ടർ. പിന്നെ ആ ഇൻ്റർവ്യൂവർ അവനോട് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇന്നും അവൻ ആ വിളിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫൈൻഡിൻ്റെയും ഫിൽറ്ററിൻ്റെയും ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലത്തെ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒരു ലൈക്ക് അടിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു അറേ കാണാൻ പറ്റും. അതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. സോ ഞാനിവിടെ പറഞ്ഞു തരാതെ ഫൈൻഡിൻ്റെയും ഫിൽറ്ററിൻ്റെയും ഡിഫറൻസ് പറഞ്ഞു തരാതെ നമുക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയാം അതിൻ്റെ ഔട്ട്പുട്ട് എന്താ, നിങ്ങൾ തന്നെ പറയാം അതിൻ്റെ ഡിഫറൻസ് എന്താ. സോ നിങ്ങളുടെ അടുത്തൊരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ഇത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 ആണ്. സോ പാർട്ട് 2 ഒക്കെ വരും. സോ ഇതൊക്കെ ഒരു നോട്ട്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോകുന്ന സമയത്ത് യൂസ്ഫുൾ ആകും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളൊരു പേപ്പറിലും പെന്നിലും ഞാൻ റൺ ചെയ്യുന്നതിന് മുന്നേ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. ഒന്നെങ്കിൽ പേപ്പറിൽ ഇതിലൊക്കെ എഴുതി വെക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ഇടാം. ഇതിലേതെങ്കിലും ചെയ്യാം. സോ ഞാനിവിടെ ഒന്ന് സെറ്റാക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഫൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫിൽറ്റർ എന്നുള്ള വേരിയബിൾ ഉണ്ട്. പിന്നെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഐറ്റം ഗ്രേറ്റർ ദാൻ 5, ഐറ്റം ഗ്രേറ്റർ ദാൻ 5 എല്ലാം സെയിം ആണ്. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈൻഡും ഫിൽറ്ററും ഇവിടെ മാത്രമേ ഡിഫറൻറ്റ് വരുന്നുള്ളൂ. ഓക്കെ, സോ അതിന് ഒരു കൺസോൾസും കൊടുത്തിട്ടുണ്ട്. സോ ഒരു കാൾ ബാക്ക് ഫംഗ്ഷനിൽ ഞാൻ ഇതിൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഐറ്റം ഗ്രേറ്റർ ദാൻ 5 ആയത് മാത്രം റിട്ടേൺ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനാണ് ഫൈൻഡിലും ഫിൽറ്ററിലൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഫൈൻഡും ഫിൽറ്റർ എന്ന് പറയുന്നത് റിയാക്റ്റിൻ്റെ ഒരു സാധനമൊന്നും കേട്ടോ. സോ ഈ ഫൈൻഡും ഫിൽറ്റർ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു അറേ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഈ അറേ പ്രോട്ടോടൈപ്പിൽ വരുന്നതാണ് ഈ ഫൈൻഡും ഫിൽറ്ററും. മാപ്പ് അതുപോലെ കുറേ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഓരോ കമൻറ്റ് സെക്ഷനൊക്കെ യൂസ്ഫുൾ ആക്കണം. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായാലും നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കാം. സോ ഞാനിവിടെ റൺ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് 6 ഫൗണ്ട് എന്നാണ്. സോ ഫൈൻഡ് ഒരു വാല്യൂ മാത്രമാണ് റിട്ടേൺ ചെയ്തത്. അതുപോലെ തന്നെ ഫിൽറ്ററിൻ്റെ കേസിൽ എത്തിയപ്പോൾ ഒരു അറ റിട്ടേൺ ചെയ്തു. ഫൈൻഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് എപ്പോഴും ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അത് ഇനിയിപ്പോൾ ആ ഒരു കണ്ടീഷൻ മെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. സോ ഫൈൻഡിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊടുത്ത് ഇപ്പോൾ ഫസ്റ്റ് 1 നോക്കും, 2 നോക്കും, 3 നോക്കും, 4 നോക്കും, 5 നോക്കും. ഇതൊന്നും കണ്ടീഷൻ മീറ്റ് ആയില്ല. സോ അതുകൊണ്ട് അടുത്തയിലോട്ട് പോകും, 6 പോകുന്ന സമയത്ത് കണ്ടീഷൻ സെറ്റായി. സോ അപ്പോൾ ഇങ്ങനെ ആ ഒരു 6 റിട്ടേൺ ചെയ്യും. സോ അവിടെ ആ ഒരു ഫൈൻഡ് ഫംഗ്ഷൻ അവിടെ നിൽക്കും. അല്ലാതെ ഈ അറ മൊത്തം അരിച്ച് പുറക്കില്ല നമ്മുടെ ഫിൽറ്ററിനെ മാതിരി. ഫിൽറ്ററിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററിന് ഒരു പണി കൊടുത്താൽ കഴിഞ്ഞ് പിന്നെ മച്ചാൻ ആ അറ അങ്ങ് അടിച്ച് പൊളിക്കും. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. ഓക്കെ, ഇപ്പോൾ ഫിൽറ്ററിന് ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫിൽറ്റർ എന്താ ചെയ്യുക വെച്ചാൽ ആ മൊത്തം അറയാണ് ഇറ്ററേറ്റ് ചെയ്തിട്ട് അത് മൊത്തം നോക്കി ആ ഒരു കണ്ടീഷൻ മെറ്റ് ആവുന്ന എല്ലാ എലമെന്റ്സിനും അങ്ങ് റിട്ടേൺ ചെയ്യും. ഫിൽറ്റർ അപ്പോൾ ഒരു ന്യൂ അറേ റിട്ടേൺ ചെയ്യും. സോ അതിൽ ആ ഒരു കണ്ടീഷൻ മെറ്റ് ആവുന്ന എല്ലാ എലമെന്റ്സും ഉണ്ടാക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബിഗ് O നൊട്ടേഷൻ അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡിൻ്റെ കേസിലും ലോഗ് ഓഫ് n തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്ററിൻ്റെ കേസിലും ലോഗ് ഓഫ് n ആണ് വരുന്നത്. ഫൈൻഡിൻ്റെ കേസിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം കോംപ്ലക്സിറ്റി ആണ് ലോഗ് ഓഫ് n എന്ന് വരുന്നത്. കാരണം ചില കേസിൽ അത് ചിലപ്പോൾ അത് ലോഗ് ഓഫ് 1 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ 1 ആവാൻ ചാൻസ് ഉള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കണ്ടീഷൻ ഞാനിപ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്നാണെങ്കിൽ ഈ ഫൈൻഡ് ഒറ്റയടിക്ക് കഴിയും. ഇത് നോക്കും, ഇതിൽ ഇല്ല, അപ്പോൾ അടുത്തത് നോക്കും. സോ അപ്പോൾ തന്നെ ഈ ഒരു 2 റിട്ടേൺ ചെയ്ത ആ ഒരു സമയത്ത് ഈ ഫൈൻഡിൻ്റെ ബെസ്റ്റ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1 ആണ്. ബട്ട് വേസ്റ്റ് ആയിട്ടുള്ളൊരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ലോഗ് ഓഫ് n. അതുപോലെ തന്നെ പക്ഷെ ഫിൽറ്ററിന്റെ കേസിൽ മോനെ ഞാൻ പറഞ്ഞല്ലോ അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. എന്താണെങ്കിലും ഫുൾ അടിച്ചു പൊളിക്കും. സോ എങ്ങനെ നോക്കുകയാണെങ്കിലും ഫിൽറ്ററിന്റെ കേസിൽ ലോഗ് ഓഫ് n ആയിരിക്കും അതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ ഇനി എന്തിനെ കുറിച്ചാണ് വീഡിയോ വേണ്ടതെന്ന് വെച്ചാലും കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.